ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം, ഹാഫ് ഇയർലി എക്സാം 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണിത്, സോഷ്യൽ സയൻസ്. അപ്പോൾ ആൻസർ കീ ഒക്കെ എഴുതിയിട്ട് പോകാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന് എ ഒന്ന് ബി എന്നുണ്ട്. ഒന്ന് എ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ഡിഫറൻസസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഡിഫറെൻറ്റ് ലെയേഴ്സ്. എ, വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്യാൻ പ്രിവെൻറ്റ് അൾട്രാവയലറ്റ് റേസ് ഫ്രം റീച്ചിങ് ദ എർത്ത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, സ്ട്രാറ്റോസ്ഫിയർ. ബി ക്വസ്റ്റ്യൻ, why is it said that troposphere is the most important layer among the atmospheric layers? C, അപ്പോൾ അതിൻ്റെ ആൻസർ, ബിയുടെ ആൻസർ ഇതാണ്. ട്രോപ്പോസ്ഫിയർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ബിക്കോസ് ഇറ്റ് ഇസ് വേർ ഓൾമോസ്റ്റ് ഓൾ വെദർ ഫിനോമിന അക്വർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ എയർ നെസസറി ഫോർ ബ്രീതിങ്. ഇനി സി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഫോളോവിങ് ലേയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ ഓർഡർ ഫ്രം ദി എർത്ത് സർഫസ് ടു അപ്വാർഡ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഈ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയി. ഒന്ന് എ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒന്ന് ബി. ബി ആണ്. ഒന്ന് ബിയുടെ നോക്കാം നമുക്ക്. ഹ്യൂമൻസ് ഹാവ് ഓൺലി ബീൻ ഏബിൾ ടു റീച്ച് അബൌട്ട് 12 കിലോമീറ്റേഴ്സ് ഇൻ ടു ദി എർത്ത് ഇന്റീരിയർ. അപ്പോൾ എ ബി സി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എ ക്വസ്റ്റ്യൻ വരുന്നത് വൈ കാണ്ട് വി ട്രാവൽ ഫർദർ ഇൻ ടു ദി എർത്ത് ഇന്റീരിയർ ആണ്. ബി, അപ്പോൾ എ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് നോക്കാം. വൈ കാണ്ട് വി ട്രാവൽ ഫർദർ ഇൻ ടു ദി എർത്ത് ഇന്റീരിയർ, എന്തുകൊണ്ട് ഉള്ളിലോട്ട് എർത്തിന്റെ നമുക്ക് പോകാൻ പറ്റുന്നില്ല? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് വിത്ത് ഡെപ്ത്. അതായത് ഉള്ളിലോട്ട് പോകുന്തോറും പ്രഷറും ടെമ്പറേച്ചറും അധികമായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. Making it impossible for humans or current technology to withstand the extreme conditions. B question, what are the things that help us get more information about the interior of Earth? Answer, seismic waves and volcanic eruptions provide indirect information about Earth's interior. C, what parts of the Earth's interior make up the lithosphere? Option D ആണ് ഉത്തരം. Crust and upper part of the mantle ആണ് കേട്ടോ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതാണ്, ഡി ആണ് കേട്ടോ. ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാന്റിൽ. അപ്പോൾ ഒന്ന് എ ഒന്ന് ബി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആർട്ടിക്കിൾ 14 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ്. ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് സൗണ്ട് വരുന്നുണ്ട്, ക്ഷമിക്കണം, അത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ആർട്ടിക്കിൾ 14 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് വിച്ച് റൈറ്റ് ടു സിറ്റിസൺസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇക്വാലിറ്റി. ബി ഇക്വാലിറ്റി ആണ്. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ വരുന്നത് പ്രിപ്പയർ 4 പ്ലക്കാർഡ്സ് വിത്ത് സ്ലോഗൻസ് ദാറ്റ് റിഫ്ലക്ട് ദ കൺസെപ്റ്റ് എ സൊസൈറ്റി ദാറ്റ് കൺസിഡേഴ്സ് എവ്രി വൺ. അപ്പോൾ നമുക്ക് സ്ലോഗൻസ് 4 പ്ലക്കാർഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ തന്നിരിക്കുന്നത് 4 ആൻസർ ആണ്. നിങ്ങളിത് പ്ലക്കാർഡായിട്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഇതുപോലെ ഒരു പ്ലക്കാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതുപോലെ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളത് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ എഴുതാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പ്ലക്കാർഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ equality for all, discrimination for none, inclusion is our strength, every voice matters, diversity is our power. അപ്പോൾ ഇത് നിങ്ങൾ പ്ലക്കാർഡ് രൂപത്തിലേക്ക് മാറ്റി എഴുതുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്തത് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മിനറൽസ് ആർ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ എർത്ത് ക്രസ്റ്റ്. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് മിനറൽ ഈസ് യൂസ്ഡ് ടു മേക്ക് എയർക്രാഫ്റ്റ് ആണ്. ഓപ്ഷൻ ഡി ബോക്സൈറ്റ് ആണ് ആൻസർ വരിക. ബി ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ടേബിൾ വിത്ത് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ആൻഡ് ഫ്യൂവൽ മിനറൽസ് ആണ്. അപ്പോൾ അതിൽ കാറ്റഗറി മെറ്റാലിക് മിനറൽ ആണ്. ഇതിൽ തന്നിരിക്കുന്നതിൽ മെറ്റാലിക് മിനറൽസ് ഹെമറ്റൈറ്റും കാലമൈനും ആണ്. നോൺ മെറ്റാലിക് മിനറൽ ഡയമണ്ട്, സിലിക്ക. ഫ്യൂവൽ മിനറൽസ് കോൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്
4A and 4B ഉണ്ട്. അതിൽ 4A ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ഔട്ട്ലൈൻ ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഔട്ട്ലൈൻ മാപ്പ് നോക്കുക. എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി റീസൺസ് ഫോർ ഡിസ്ക്രൈബിംഗ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആസ് എ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയാനുള്ള റീസൺ എന്താ? ബി ക്വസ്റ്റ്യൻ, വൈ ആർ ദി നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് ഫെർട്ടൈൽ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഫെർട്ടൈൽ ആവാനുള്ള കാരണം എന്താ? അപ്പം നമുക്ക് ആൻസർ നോക്കിയാലോ. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്, ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സബ് കോണ്ടിനെന്റ് പ്രൈമർലി ഡ്യൂ ടു ഇറ്റ്സ് ഡിസ്റ്റിങ് ജോഗ്രഫിക്കൽ ഐഡന്റിറ്റി separated from the rest of Asia by natural barriers and its unique cultural and climatic characteristics. B question, why are the northern Indian plains fertile? The northern Indian plains are fertile because they are formed by the deposition of fine sediments, alluvium, carried by 3 major rivers. ഏതൊക്കെയാണ്? ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര കേട്ടോ. അപ്പോൾ ഈ 3 നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ, അലൂവിയം സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഫോം ആയിരിക്കുന്നത്. മേജർ റിവർ സിസ്റ്റംസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഹിമാലയാസ്. അതിനുശേഷം നമുക്ക് 4B ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണിത്. 4B. എ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് വാട്ട് ആർ റെയിൻ ഷാഡോ റീജിയൻസ് ബേസ്ഡ് ഓൺ ദ ക്ലൂസ് ഗിവൺ ഇൻ ദിസ് പിക്ചർ. B, why does Kerala have more rainfall than Tamil Nadu? Prepare a note. C question, which of the following crops need more rain? അതിൻ്റെ ആൻസർ മാത്രം ഇവിടെ തന്നെ പറയാം. ഓപ്ഷൻ എ റൈസ് ആണ് ആൻസർ. ഇനി 4Bയുടെ എ ആൻഡ് ബി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4Bയുടെ എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പം 4Bയുടെ എ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ, റെയിൻ ഷാഡോ റീജിയൻസ് ആർ ഏരിയാസ് ഓൺ ദ leeward downwind side of a mountain that receive significantly less rainfall than the windward side. ഇനി ബി, why does Kerala have more rainfall than Tamil Nadu? Kerala has more rainfall than Tamil Nadu because of the Western Ghats mountain range. ഇനി 5ാമത്തെ ചോദ്യമാണ്, ഡെമോക്രസി ബിക്കംസ് മീനിങ്ഫുൾ ഓൺലി വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ്. അതിൽ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷനെ കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 4ഉമാണ് കറക്റ്റ്. 2 എന്താ? ഇമ്പോർട്ടൻസ് ഗിവൺ ടു ലോക്കൽ ഡെവലപ്മെന്റ്. 4 എന്താ? ദ പബ്ലിക് ഗെയിൻസ് പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവേണൻസ്. 2ഉം 4ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ എ. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ദ സോൾ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദ വില്ലേജസ്. വാട്ട് ഡു ദീസ് വേർഡ്സ് ഓഫ് ഗാന്ധിജി മീൻ? എക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയാം. ദെൻ സി, വിച്ച് ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 40. അപ്പം നമുക്ക് 5ലെ ബി ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. സോൾ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദ വില്ലേജസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നോക്കിക്കോളൂ. ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഗാന്ധിജി ഹൈലൈറ്റ്സ് ദ ബിലീഫ് ദാറ്റ് ദ ട്രൂ എസൻസ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇന്ത്യ റിസൈഡ് ഇൻ ഇറ്റ്സ് റൂറൽ ഏരിയാസ്. ഹി ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യസ് കൾച്ചർ, വാല്യൂസ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ സെൽഫ് ഗവേണൻസ് വർ ബെസ്റ്റ് പ്രിസർവ്ഡ് ആൻഡ് നർച്ചേർഡ് ഇൻ ഇറ്റ്സ് വില്ലേജസ്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗ്രീൻ റവല്യൂഷൻ ബ്രോട്ട് അബൌട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഗ്രീൻ റവല്യൂഷൻ്റെ ഹിൻറ്റുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമ്മൾ എ ബി ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. എ ക്വസ്റ്റ്യൻ എന്താ? പ്രിപ്പയർ എ നോട്ട് എക്സ്പ്ലൈനിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ വേർഡ് വെബ്. ബി, റൈറ്റ് ദ നെയിം ഓഫ് 2 ഗവൺമെന്റ് സ്കീംസ് ദാറ്റ് പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം ടു അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് ലോ ഇൻകം ഫാമിലീസ്. അപ്പോൾ 6Aയുടെ ആൻസർ ആണ് പറയുന്നത്. The Green Revolution increased food grain production and self-sufficiency but required more water, fertilizers and pesticides. Green Revolution, a major agriculture transformation, led to a significant increase in the production of food grains. This success was largely due to the adoption of high-yielding variety seeds, which in turn demanded greater use of fertilizers, pesticides and improved irrigation facilities. The overall outcome was a boost in self-sufficiency in food production, reducing the need of ഇമ്പോർട്ടഡ് ആണ്, ഇമ്പോർട്ടഡ് ഫുഡ് ഗ്രെയിൻസ് ആണ് കേട്ടോ, ഇമ്പോർട്ടിങ് ഫുഡ് ഗ്രെയിൻസ്. ബി, ഇനി അതിൽ ബിയുടെ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ നെയിം ഓഫ് 2 ഗവൺമെന്റ് സ്കീംസ് ദാറ്റ് പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം ടു അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് ലോ ഇൻകം ഫാമിലീസ് ആണ്. അപ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി and Pradhan Mantri Kaushal Vikas Yojana. These are 2 prominent government schemes in India that provide employment opportunities and income to adult members of low income families. അപ്പോൾ ഈ മഹാത്മാഗാന്ധി പ്രോഗ്രാം guarantees 100 days of wage employment in a financial year to adult members of rural households who volunteer to do unskilled manual work.
PMKVY is a skill development initiative that aims to enable a large number of Indian youth to take up industry relevant skill training that will help them in securing a better livelihood. അപ്പോൾ 6 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.